Dear students, very good morning all. Then once more all are welcome to Financial Accounting new video classroom. Last class issue of debentures first option ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. That means issue of debentures for cash. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് issue of debentures for consideration other than cash. Issue of debentures for consideration other than cash. Issue of debenture for consideration other than cash. എന്താണ് consideration other than cash എന്ന് പറഞ്ഞാൽ? Then when a company purchases some assets or a running business, it may issue fully paid debentures instead of paying cash. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ബിസിനസ് അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിന് അല്ലെങ്കിൽ മറ്റ് യൂണിറ്റിലുള്ള ഏതെങ്കിലും അസറ്റ്സിനെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എടുക്കുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഏത് കമ്പനിയിൽ നിന്നാണോ നമ്മൾ വാങ്ങിച്ചത് ആ കമ്പനിക്ക് എന്തെങ്കിലും വരും, ക്യാഷ് കൊടുക്കേണ്ടി വരും. Then instead of paying cash, the receiving company or the purchased company issuing debentures, fully paid debentures. അപ്പോൾ ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു, കമ്പനീൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുള്ളി പെയ്ഡ് ഡിബഞ്ചേഴ്സ് കൊടുത്തുകൊണ്ട് ഈ അസറ്റിൻ്റെ അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന ബിസിനസ് യൂണിറ്റിൻ്റെ ക്യാഷ് പൂർത്തീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇഫ് ദർ ഈസ് എക്സസ് പർച്ചേസ് കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ദാറ്റ് മീൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആ ടീമിന് നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ യൂണിറ്റിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ആ റിട്ടേൺ ചെയ്യുന്ന ഇവന്റിനാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ ദ നെറ്റ് അസറ്റ് മീൻസ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ദാറ്റ് ഈസ് നെറ്റ് അസറ്റ്സ് is equal to total assets. That means agreed assets minus total liabilities. Agreed assets and agreed liability. Net assets is equal to agreed assets minus agreed liabilities. ഇപ്പോൾ നമ്മൾ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിക്കുന്ന സമയം ഏത് അസറ്റാണോ വാങ്ങിക്കുന്നത്, എന്ത് വാല്യൂവിനാണോ വാങ്ങിക്കുന്നത്, അതാണ് അതിൻ്റെ അഗ്രീഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അഗ്രീഡ് ലയബിലിറ്റീസ്, അതിൽ അഗ്രി ചെയ്യുന്ന ലയബിലിറ്റി. ഇപ്പോൾ ബിസിനസ്സിനെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ലയബിലിറ്റിയും നമ്മൾ ഏറ്റെടുത്തോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ലയബിലിറ്റി ഏതാണോ ആ ലയബിലിറ്റിയും ഏറ്റെടുക്കുന്ന അസറ്റ്സ് ഏതാണോ ആ അസറ്റ്സും. ദാറ്റ് ഈസ് അഗ്രീഡ് അസറ്റ്സ് മൈനസ് അഗ്രീഡ് ലയബിലിറ്റീസ്. അതിനെയാണ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇഫ് ദർ ഈസ് excess of purchase consideration over the net assets, the difference being capital loss. അതിനെ capital loss ആയിട്ട് ട്രീറ്റ് ചെയ്യും. So is debited to goodwill account. അപ്പോൾ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഡിഫറൻസ് നോക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ വാങ്ങിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. സോ ഇത് ഡെബിറ്റ് ചെയ്യുന്നു ആസ് ഗുഡ്വിൽ അക്കൗണ്ട്. അതായത് നമ്മൾ അസറ്റും ലയബിലിറ്റിയും കൂടി പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ സപ്പോസ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഒരു 10,000 rupees കിട്ടിയെന്ന് കരുതാം. ദാറ്റ് മീൻസ് അഗ്രീഡ് അസറ്റ്സ് മൈനസ് അഗ്രീഡ് ലയബിലിറ്റി വിൽ ഗെറ്റ് 10,000. ഇതാണ് കൊടുക്കേണ്ടത് 10,000 rupees. സോ നമ്മൾ കൊടുത്തിട്ടുള്ളത് 12,000 rupees ആണ്. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 12,000 rupeesന്റെ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 12,000 rupeesന്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, പേ ചെയ്യാനുള്ളത് ഓൺലി 10,000 rupees. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള 2,000 rupees എന്താണ്, ലോസ് ആണ്. അപ്പോൾ ഈ 2,000 rupees ലോസ് ഉള്ളത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഗുഡ്വിൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലോസ്.
വാങ്ങിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് അത് ലോസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസിനെ എന്ത് ചെയ്യുന്നു? ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി ഇതേ സമയത്ത് ഈ പറയുന്ന വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവാം. ദാറ്റ് മീൻസ് കൊടുക്കേണ്ടത് 12,000 രൂപയും കൊടുത്തിട്ടുള്ളത് 10,000 റുപ്പീസും ആണെങ്കിൽ അങ്ങനെയും ഉണ്ടാവാം. ദാറ്റ് മീൻസ് കൊടുക്കേണ്ടിയിരുന്ന വാല്യൂ, ദാറ്റ് മീൻസ് അഗ്രീഡ് അസറ്റ്സ് മൈനസ് അഗ്രീഡ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 12,000 ബട്ട് ഇഷ്യൂഡ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഓൺലി 10,000. ഇപ്പോൾ ഇവിടെ ഷോർട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ദെൻ if the net assets exceeds the purchase consideration, പർച്ചേസ് കൺസിഡറേഷനേക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ദ ഡിഫറൻസ് ബീയിങ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞിട്ടാണ്? ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ്. ഓക്കെ. അപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റും ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രീസ്? അപ്പോൾ എന്താണ് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയും? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് പാറിനാണെങ്കിൽ. പ്രീമിയത്തിനാകുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതായത് സെക്യൂരിറ്റി പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആ പ്രീമിയം എമൗണ്ട് എക്സസ് ഉണ്ടാവും. ആ എക്സസ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഡിസ്കൗണ്ടിനാണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വെൻഡർ പേരിൽ ഡെബിറ്റ് ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ പാറിനാണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ദെൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിനാണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ. ദെൻ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ആ കമ്പനിയുടെ അസറ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ഇവിടെ വെച്ചിട്ടാണ് ഇത് ക്യാപിറ്റൽ റിസർവ് ആണോ, അതായത് എക്സസ് ഫണ്ട് ആണോ, അല്ലെങ്കിൽ ഫണ്ട് ഷോർട്ടാണോ എന്നുള്ളത്. ഇപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ ക്രെഡിറ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളത് ഈ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയിലാണ് തീരുമാനിക്കുക. ഓക്കെ. അപ്പോൾ പർച്ചേസ് ഓഫ് ബിസിനസ് ഓർ അസറ്റ്സ്. അപ്പോൾ അസറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ. പർച്ചേസ് ചെയ്യുന്ന അസറ്റിന്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ചിന്തിക്കാം, നമ്മളൊരു അസറ്റിനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 0 ആണ്. ഒരു അസറ്റ് പോലും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ അസറ്റിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ 0യിലേക്കാണ് നമ്മളൊരു അസറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായി? അസറ്റിന്റെ വോളിയം 1 ആയി. ഓക്കെ. അപ്പോൾ അസറ്റിന്റെ വോളിയം അവിടെ എന്ത് ചെയ്തേക്കാണ്? 0യിൽ നിന്നും 1 കൂടി. അപ്പോൾ അസറ്റിന്റെ വോളിയം കൂടുമ്പോൾ അസറ്റിനെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മറന്നു പോകരുത്. അസറ്റിന്റെ വോളിയം എല്ലായ്പ്പോഴും കൂടുന്നുണ്ടെങ്കിൽ ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കൂടിയിട്ടുള്ള അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ലാബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ലാബിലിറ്റി എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ലാബിലിറ്റി കടന്നു വരുന്നുണ്ടെങ്കിൽ ലാബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ. അസറ്റ് കൂടുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റി കൂടുമ്പോൾ ലാബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? അല്ലെങ്കിൽ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ അസറ്റിനെ പർച്ചേസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ജേണൽ എൻട്രി നോക്കാം. ദെൻ അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. അതായത് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്തു. ദെൻ ആ അസറ്റിനെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ അസറ്റ് വാങ്ങിക്കൊള്ളണമെന്നില്ല. സോ വിത്ത് അഗ്രീഡ് വാല്യൂ ഓഫ്
assets taken over with agreed value of assets taken over. ഇപ്പോൾ ഒന്നോ രണ്ടോ അസറ്റ്സ് ആയിരിക്കും ഇപ്പോൾ വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ വാങ്ങുന്നത് തന്നെ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ അഗ്രീഡ് വാല്യൂ ആ ബാലൻസ് ഷീറ്റിലുള്ള മുഴുവൻ അസറ്റും വാങ്ങിക്കുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ അസറ്റാണ് വാങ്ങുന്നതെങ്കിൽ ആ അസറ്റിന് നമ്മൾ അഗ്രി ചെയ്യുന്ന വാല്യൂ എന്താണോ അതാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ടു liabilities. ടു liabilities. ഇതെന്താണ്? വിത്ത് agreed value of liability taken over. ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് ലാബിലിറ്റി ആണോ എടുക്കുന്നത് ആ ലാബിലിറ്റിന്റെ അഗ്രീഡ് വാല്യൂ മാത്രം കാണിച്ചാൽ മതി. അഗ്രീഡ് വാല്യൂ ഓഫ് liability taken over. Then to vendors account. അതായത് നമ്മൾ ഏത് പാർട്ടിയിൽ നിന്നാണോ വാങ്ങിക്കുന്നത് ആ പാർട്ടിക്ക് സ്വാഭാവികമായും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പാർട്ടീൻ്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ആ പാർട്ടീൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു? അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് കാണിക്കുക. വിത്ത് purchase consideration. ഓക്കെ. പർച്ചേസ് കൺസിഡറേഷൻ. ഇനി ഇവിടെ ഗുഡ്വില്ല് ഡെബിറ്റ് ചെയ്യണോ അതുപോലെ ക്യാപിറ്റൽ റിസർവിൽ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ളത് ഈ ഒരു എൻട്രിയിലാണ് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിന്റെ അസറ്റ്സ്, അതായത് നമ്മുടെ അഗ്രീഡ് വാല്യൂ ഉള്ള അസറ്റ്സ് മൈനസ് അഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റി, അതിന് കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ള വെൻഡർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സെല്ലർക്ക് കൊടുത്തിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ടും കൂടി തട്ടിച്ച് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ അസറ്റ്സ് മൈനസ്, ഇപ്പോൾ അസറ്റ്സിന്റെ വാല്യൂ ഒരു 15,000 ആണെന്ന് കരുതുക. അസറ്റ്സിന്റെ വാല്യൂ, ലയബിലിറ്റിന്റെ വാല്യൂ ഒരു 4,000 റുപ്പീസ് ആണെന്ന് കരുതുക. ലയബിലിറ്റി ഇപ്പോൾ ഇവിടെ എത്രയായി? 11,000 റുപ്പീസ് ആണ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. ദാറ്റ് ആർ കോൾഡ് നെറ്റ് അസറ്റ്സ്. അപ്പോൾ നെറ്റ് അസറ്റ്സ് 11,000 റുപ്പീസ് ആണ്. വെൻഡേഴ്സിന് കൊടുത്തിട്ടുള്ളത് 13,000 റുപ്പീസ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 15,000 റുപ്പീസ് അസറ്റ്സ്, ദെൻ ലയബിലിറ്റി 4,000, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ 13,000. ജേണൽ എൻട്രി എഴുതുമ്പോൾ എന്തായിരിക്കണം? രണ്ടും ഈക്വൽ ആയിട്ട് പോകണം. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് പോകണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര? 17 ആയിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 15 ഉള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റി വിൽ ഗെറ്റ് 11,000 റുപ്പീസ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്ര? 13,000 റുപ്പീസ് ആണ്. അപ്പോൾ എത്ര രൂപ നമുക്ക് ലോസ് ഉണ്ട്? 2,000 റുപ്പീസ് ലോസ് ആണ്. ഓക്കെ. കൊടുത്തിട്ടുള്ളത് എത്ര? 2,000 റുപ്പീസ് ആണ്. സോറി, 13,000 റുപ്പീസ് ആണ് കൊടുത്തിട്ടുള്ളത്. 11,000 റുപ്പീസ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ ഷോർട്ട് ഉണ്ടായിട്ടുണ്ട്? ദാറ്റ് മീൻസ് 11,000 റുപ്പീസ് ആണ് ആക്ച്വലി പേ ചെയ്യേണ്ടത്. അതിനിവിടെ എത്ര രൂപ കൊടുത്തു? 13,000 റുപ്പീസ് കൊടുത്തു. അപ്പോൾ 2,000 റുപ്പീസ് എന്തായി? ഷോർട്ടാണ്. ആ 2,000 റുപ്പീസ് എന്ത് ചെയ്യണം? ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് 2,000. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നത്. അതായത് എത്ര രൂപയുടെ അസറ്റ് ആണോ വാങ്ങിക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, എത്ര രൂപയുടെ ലയബിലിറ്റി ആണോ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, സെല്ലേഴ്സിന് നമ്മൾ കൊടുക്കാമെന്ന് അഗ്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെൻഡർക്ക് കൊടുക്കാമെന്ന് അഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു, അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്യുന്നു, അതിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നു. അത് എക്സസ് ആണോ ഷോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു വെൻഡേഴ്സ്. ദർ ഈസ് നോ എനി ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഗുഡ്വില്ലും ഉണ്ടാകുന്നില്ല, ഒരു ക്യാപിറ്റൽ റിസർവും ഉണ്ടാകുന്നില്ല. അതേസമയം പർച്ചേസ് കൺസിഡറേഷൻ വോളിയം കൂടുതലാണ് ഈ നെറ്റ് അസറ്റിനേക്കാളും എങ്കിൽ നമുക്ക് ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ. അതേസമയം ഷോർട്ട് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ജേണൽ എൻട്രി റൈറ്റ് ചെയ്ത് പോകും. പിന്നെ പാറിനാണ്
പ്രീമിയത്തിനാണ് ഡിസ്കൗണ്ടിനാണെന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ എൻട്രീസ് തന്നെയാണ് റൈറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ജേണൽ എൻട്രി എഴുതുന്നത് മറന്നു പോകരുത്. ഇത് എൻട്രി ഇത്രയേ ഉള്ളൂ. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ വിത്ത് അഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ്സ് ടേക്കൺ ഓവർ ടു ലയബിലിറ്റീസ് വിത്ത് അഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റി ടേക്കൺ ഓവർ ടു വെൻഡേഴ്സ് അക്കൗണ്ട് വിത്ത് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: വിവേക് ലിമിറ്റഡ് took over assets worth rupees 5 lakh and liabilities of rupees 1,34,000 of Midun Traders for the purchase consideration of rupees 3,96,000. Vivek Limited paid the purchase consideration by issuing debentures of rupees 100 each. Give journal entries in the books of Vivek Limited assuming that debentures are issued at a 10% premium and at a 10% discount. ഈ ക്വസ്റ്റ്യനകത്ത് രണ്ട് കേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദെൻ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. സെക്കൻഡ് കേസ് ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. ഇപ്പോൾ ഇവിടെ 5 ലക്ഷം രൂപയുടെ അസറ്റ്സ്, ദെൻ 1,34,000 രൂപയുടെ ലാബിലിറ്റിയും എന്താണ് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇതിന് പകരമായിട്ട് വിവേക് ലിമിറ്റഡ് എത്ര രൂപയാണ് കൊടുക്കുന്നത്? 3,96,000 ആണ്. 5 ലക്ഷം രൂപയുടെ അസറ്റും 1,34,000 രൂപയുടെ ലാബിലിറ്റിയും ടേക്ക് ഓവർ ചെയ്യുന്നതിന് വിവേക് ലിമിറ്റഡ് മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കുന്നത് 3,96,000 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത് രണ്ട് കേസിലും. അതായത് പ്രീമിയത്തിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസിലും ഡിസ്കൗണ്ടിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസിലും ആദ്യം എഴുതേണ്ട ജേണൽ എൻട്രി ഈ അസറ്റ്സ് അല്ലെങ്കിൽ ഈ അസറ്റും ലാബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത് ഫസ്റ്റ്. ദെൻ രണ്ടാമത്തെ കേസിൽ ഒന്നിൻ്റെത് പ്രീമിയത്തിനും രണ്ടാമത്തേത് ഡിസ്കൗണ്ടിനുമാണ്. അപ്പോൾ ആ പ്രീമിയത്തിനും ഡിസ്കൗണ്ടിനും വാങ്ങിക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്താണോ അതാണ് എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എഴുതാം. When debentures are issued at a 10% premium. When debentures are issued at a 10% premium. At a 10% premium. അപ്പോൾ ഇവിടെ എങ്ങനെ കമ്പനി ഈ പേയ്മെന്റ് കൊടുത്തു തീർക്കുന്നത്? Paid the purchase consideration by issuing debentures of rupees 100 each. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഒന്ന് 10% പ്രീമിയത്തിനും രണ്ടാമത്തെ കേസ് 10% ഡിസ്കൗണ്ടിലുമാണ്. നമ്മൾ ഫസ്റ്റ് കേസാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. When debentures are issued at a 10% premium. അപ്പോൾ ഫസ്റ്റ് കേസിലായിരുന്നാലും ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതേണ്ടത് ഏതിനാണ്? ഈ അസറ്റ്സും ലാബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ജേണൽ എൻട്രി സൺട്രി അസറ്റ്സ്. സൺട്രി അസറ്റ്സ് മീൻസ് ടോട്ടൽ അസറ്റ്സ്, അത്രയേ ഉള്ളൂ. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. ഒരു ലൈൻ സ്പേസ് എല്ലായ്പ്പോഴും പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇത് ലോസ് ആണെങ്കിൽ അവിടെ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, താഴേക്കാണ് റൈറ്റ് ചെയ്യുക ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ എല്ലായ്പ്പോഴും സൺട്രി അസറ്റ്സ് എന്ന് എഴുതിയിട്ട് ഒരു ലൈൻ എഴുതാനുള്ള സ്പേസ് അലോട്ട് ചെയ്തിട്ട് ടു ലാബിലിറ്റീസ്. ഇവിടെ ഒന്നും തെറ്റിക്കാനില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സൺട്രി അസറ്റ്സിന് എത്ര രൂപയുടെ അസറ്റ്സ് ആണോ ടേക്ക് ഓവർ ചെയ്യുന്നത്? എത്ര രൂപയുടെ അസറ്റ്സാ? 5 lakh റുപ്പീസിന്റെ അസറ്റ്സ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, 5 lakh റുപ്പീസ്. ലാബിലിറ്റീസ് എത്ര? 1,34,000. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ടു വെൻഡേഴ്സ് അക്കൗണ്ട് ഓർ സെല്ലേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ സെല്ലർ ആരാണ്? മിഥുൻ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ മിഥുൻ ട്രേഡേഴ്സിന്റെ പേരിൽ എഴുതി വെക്കുന്നു. മിഥുൻ ട്രേഡേഴ്സ്. വിവേക് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യാണ്. മിഥുൻ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ മിഥുനാണ് ഇവിടുത്തെ ട്രേഡർ. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എത്ര രൂപയാണ് മിഥുൻ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത്? 3,96,000. ഓക്കെ,
3,96,000. നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ എന്താ? ദാറ്റ് മീൻസ് 5 lakh. എത്ര രൂപയുടെ അസറ്റ് ആണോ ടേക്ക് ഓവർ ചെയ്യുന്നത് മൈനസ് എത്ര രൂപയുടെ ലാബിലിറ്റി ആണോ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് അത് മൈനസ് ചെയ്യാം. ഓക്കെ, then 6, then again 6, then 3,66,000. 3,66,000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്ര? 3,96,000. സോ 3,96,000 മൈനസ് 3,66,000. എത്ര രൂപയുടെ ലോസ് ഉണ്ട്? 30,000 റുപ്പീസിന്റെ ലോസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് അസറ്റ്സിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്യുന്നു. അപ്പൊ 3,66,000 രൂപ കൊടുത്താൽ മതി. ഈ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റിയും കഴിച്ചിട്ട് ബാക്കി 3,66,000 രൂപ കൊടുത്താൽ മതി. അതായത് അവിടെ ലാബിലിറ്റി കഴിച്ചിട്ടുള്ള ബാക്കി തുക എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? 3,96,000 രൂപ കൊടുക്കാന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ അഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ടും ഈ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള അസറ്റും ലാബിലിറ്റിയും കൂടി കഴിച്ചാൽ ബാക്കി ഇവിടെ ലോസ് 30,000. സോ ഗുഡ്വിൽ അക്കൗണ്ട്, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ₹30,000. Then assets and liabilities, assets and liabilities taken over, assets and liability taken over. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. സെക്കൻഡ് ജേണൽ എൻട്രി, അതായത് നമ്മൾ എഴുതുന്നത് ഇനിയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരുന്നത്. ഇതിപ്പോ അസറ്റ് ടേക്ക് ഓവർ ചെയ്തതിനുള്ള ജേണൽ എൻട്രിയാണ് എഴുതിയത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കേസാണ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. 10% പ്രീമിയത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. നമ്പർ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചർ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഡിബഞ്ചർ ഈസ് ഈക്വൽ ടു amount paid or amount paid to vendor divided by 100 plus, that means face value plus percentage of premium. അപ്പോൾ ഇവിടെ അഗ്രീഡ് വാല്യൂ ടു ബി പെയ്ഡ് വെണ്ടർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ? ഇപ്പൊ ഈ ഒരു കേസിൽ എത്ര എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്? 3,96,000. ഫേസ് വാല്യൂ 100 ആണ്. 100 പ്ലസ് 10% ആണ് പ്രീമിയം. സോ 3,96,000 ഡിവൈഡഡ് ബൈ 110. 3,96,000 ഡിവൈഡഡ് ബൈ 110. तो ये 3,96,000 divided by 110 എന്ന് കിട്ടും. അപ്പൊ എത്ര രൂപ കിട്ടും? നമ്പർ ഓഫ് ഡിബഞ്ചർ 3,600. ഓക്കെ, ഇത് നമ്പർ ഓഫ് ഡിബഞ്ചർ ആണ്. ഇത്ര നമ്പർ ഓഫ് ഡിബഞ്ചർ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഏതിന് ഈക്വൽ ആവാൻ? ഈ പറയുന്ന 3,96,000 ഈക്വൽ ആവണമെങ്കിൽ 3,600 നമ്പർ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. ഇത് കിട്ടിയിട്ടുള്ളത് എമൗണ്ട് പെയ്ഡ് ടു വെൻഡേഴ്സ്. അപ്പോൾ എമൗണ്ട് വെൻഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യാൻ അഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രീമിയം. ഇനി ഇത് ഡിസ്കൗണ്ടിനാവുമ്പോൾ എന്തായിരിക്കും ഫോർമുല വരുന്നുണ്ടാവുക? ദാറ്റ് മീൻസ് എമൗണ്ട് പെയ്ഡ് ടു വെൻഡേഴ്സ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്. ക്ലിയർ? അപ്പോൾ പ്രീമിയത്തിനായതുകൊണ്ട് ഇത് ആഡ് ചെയ്തു. ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായി കാണിക്കുന്നു. ഡിസ്കൗണ്ടിനാണെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കുറച്ച് കാണിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3,600 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിബഞ്ചർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് ഡിബഞ്ചറിനെ ഫേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ ഈ പേയ്മെന്റ് കൊടുത്താൽ ആർക്കാണ് പേയ്മെന്റ് കിട്ടുക?
വെണ്ടർക്കാണ് കിട്ടുക. അപ്പോൾ വെണ്ടേഴ്സ് അക്കൗണ്ട്, വെണ്ടറിന്റെ പേര് അറിയുമെങ്കിൽ ഇവിടുത്തെ കേസിൽ മിഥുനാണ്. ഓക്കെ, അപ്പോൾ മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര അമൗണ്ട് കൊടുക്കണം? 3,96,000 ടു മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് 3,96,000. ഇവിടെ എന്താണ്? പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ശതമാനം പ്രീമിയത്തിലാണ്? 10%. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്താ? ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3,600 നമ്പർ ഓഫ് ഡിബഞ്ചർ ഇൻറ്റു 100. ദാറ്റ് മീൻസ് 3,60,000. 3,600 ഡിബഞ്ചർ കൊടുക്കണം. അങ്ങനെയുള്ള 3,600 ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ 3,60,000 ഡിബഞ്ചറിലൂടെ കൊടുക്കുന്നു, ഫേസ് വാല്യൂവിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ പ്രീമിയത്തിനാണ് 10% പ്രീമിയത്തിനാണ് ഈ പറയുന്ന എമൗണ്ടിന്റെ 10% പ്രീമിയം. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് 3,60,000 10%, 36,000. Okay, we'll get 3,96,000. Ready? That means debentures issued at 10% premium to vendors. Debentures issued at 10% premium to Midun Traders. That is the narration. So first case in the journal entry നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടിന്റെ കേസിൽ എങ്ങനെയാണ് journal entry റൈറ്റ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് ഇനി ഡിസ്കൗണ്ടിന് ചെയ്യുമ്പോഴും ഈ ഒരു എൻട്രി അതുപോലെ തന്നെ വരും. കാരണം പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ രണ്ടും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിനുള്ള ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി മാത്രം മാറ്റി എഴുതിയാൽ പോരാ. ഇത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം. കാരണം ഇത് ഡിസ്കൗണ്ടിന് ചെയ്യുമ്പോഴും പ്രീമിയത്തിന് ചെയ്യുമ്പോഴും അസറ്റ് അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്തതിനുള്ള ജേണൽ എൻട്രി ആദ്യം എഴുതണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പർച്ചേസ് ചെയ്ത എമൗണ്ടിന് അല്ലെങ്കിൽ ആ എഗ്രി ചെയ്ത എമൗണ്ടിന് ഈക്വൽ ആയിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് പ്രീമിയത്തിനായതുകൊണ്ട് അത് പ്രീമിയത്തിൻ്റെ റൈറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കേസ് ഡിസ്കൗണ്ടിനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ എൻട്രി അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ്, ദെൻ ഈ ഒരു എൻട്രിക്ക് മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഡിബഞ്ചറുകൾ മാറ്റം ഉണ്ടാവും. അത് മീൻസ് ഡിസ്കൗണ്ടിനാണല്ലോ, ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ ഈ ഒരു എൻട്രി ഡിസ്കൗണ്ടിന്റെ കേസിൽ ദാറ്റ് മീൻസ് ഇഷ്യൂഡ് 10% ഡിസ്കൗണ്ട്. സെക്കൻഡ് കേസ് ആണ്. സെക്കൻഡ് കേസ് ഡിസ്കൗണ്ട്, അത് ഡിസ്കൗണ്ടിനാണ് അടുത്ത കേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി ഉണ്ടാവുക. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? Vendors account debtor, discount on issue of debentures account debtor to debenture account. Okay, നമുക്ക് ജേണൽ എഴുതി നോക്കാം. ഏത് പാർട്ടിക്കാണോ പണം സ്വീകരിക്കുന്നത് ആ പാർട്ടിന്റെ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ? മിഥുനാണ് പൈസ സ്വീകരിക്കുന്നത്. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ issue of debenture account debtor to debenture account. ഇവിടെ നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡിബഞ്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഡിബഞ്ചർ നമ്മൾ പറഞ്ഞു അഗ്രീഡ് വാല്യൂ ടു ബി പെയ്ഡ് ടു വെൻഡേഴ്സ് 3,96,000 ആണ്. അതിന് മാറ്റമില്ല, ആ എമൗണ്ട് കൊടുക്കണം. അതേസമയം 100 - 10 എന്നാണ് കിട്ടുക. സോ 3,96,000 divided by 90. ഇതിൽ 4 again 4 4,400. ഓക്കെ, 4,400. ഇതിലും എന്താണ്?
ഫേസ് വാല്യൂ 100 ആണ്. സോ 4,400 into 100, that means 4,40,000. ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ളത് 4,40,000. കാരണം അവിടെ 4,400 നമ്പർ ഓഫ് ഡിബഞ്ചർ ആണ്, ഫേസ് വാല്യൂ 100 ആണ്, ഇൻറ്റു 100 വരിക 4,40,000. ഓക്കെ, ഇപ്പൊ ഡിബഞ്ചർ അക്കൗണ്ട് നമുക്കറിയാം 4,40,000 ആണ്. മിഡിൽ ട്രേഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് എത്ര? 3,96,000. ഓക്കെ, 3,96,000. ഇനി ഇവിടെ ഈ എമൗണ്ടിന്റെ 10% ആണ് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുള്ളത് 40,000. 44,000. സോറി, 44,000. 4 lakh അല്ല, 44,000. ഓക്കെ, അപ്പോൾ കിട്ടിയില്ലേ? 0, then 13, then 3, 4, 4,40,000. അപ്പോൾ 4,40,000ന്റെ 10%, 44,000, then 3,96,000 ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ 10% കുറച്ചത് കൊണ്ട് 4,40,000 രൂപയാണ് ഡിബഞ്ചർ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് റൈറ്റ് ചെയ്യുക. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുന്ന സമയം ഈ ഒരു എൻട്രി 2 ടൈംസിലും എഴുതണം. അത് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രീമിയത്തിന് എഴുതുമ്പോൾ ഈ ഒരു എൻട്രി പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയും, സെക്കൻഡ് കേസ് ഇതുപോലെ തന്നെ എഴുതാം, when debentures are issued at 10% ഡിസ്കൗണ്ട്. ആദ്യം ഇത് റൈറ്റ് ചെയ്യണം, എന്നിട്ട് ഈ ഒരു എൻട്രി മാറ്റി ചെയ്യാം. ഓക്കെ, ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് കേസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്, അത് ലംസം എമൗണ്ട് ഓർ ഇൻസ്റ്റാൾമെന്റ് കേസിൽ. സെക്കൻഡ് കേസിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്.